എൻ്റെ അനുഭവ സാക്ഷി ഞാൻ പറയാം മലയാളത്തിൽ. ഈ രാവിലെ ദിവസം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈ ഒരു വർഷം മുഴുവനും കർത്താവിനെ കാത്തുകൊണ്ടു അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഒരു വർഷത്തിൻ്റെ ആരംഭം അവസാനം വരെ നോക്കിയാൽ എനിക്ക് ഉപജീവന മാർഗമൊന്നും ലഭിച്ചില്ല. എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല. ദൈവം എന്നെ നടത്തി. ദൈവം ജീവൻ തന്നു, ദൈവൻ വസ്ത്രം തന്നു, പാർപ്പിടം തന്നു, ആഹാരം തന്നു. ദൈവം അനുഗ്രഹിച്ചു. അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പാർപ്പിടം തന്നത് ദൈവത്തിൻ്റെ വലിയ ദാനം. ആഹാരം കിട്ടുന്നത് അതിനേക്കാൾ വലിയ ദാനം. ഇതൊക്കെ ദൈവം പോഷിപ്പിച്ചു. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ അവസ്ഥ, എനിക്ക് ഉപജീവന മാർഗമില്ല, അതിൻ്റെ പൈസ എനിക്ക് മീറ്റ് ചെയ്യാൻ ആരുമില്ല എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ ഇറങ്ങി ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത്. പല പ്രയാസങ്ങൾ കൂടി കടന്നു പോയപ്പോഴും പ്രതികൂലങ്ങൾ കൂടി കടന്നു പോയപ്പോഴും മനുഷ്യരുടെ നിന്ന് പഴി, ദുഷി, നിന്ന, ഞെരുക്കം ഇവയെല്ലാം അനുഭവിക്കേണ്ടി വന്നെങ്കിലും ഞാൻ പറയാം, യേശു എന്നെ ഓർത്തു. കർത്താവ് എനിക്ക് വേണ്ടി കരുതി. ഹവായേരെ, കർത്താവ് എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ്. എലിയാവ് ഭയന്ന് കാട്ടത്തി ഏരിയ ഭയന്ന് ഒളിച്ചിരുന്നപ്പോൾ കാക്ക മൂലമായിട്ട് അപ്പോ ഇറച്ചി കൊണ്ട് കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. ഈ അനുഭവമാണ് എനിക്കും. ഞാൻ ഈ അനുഭവം കർത്താവിൻ്റെ ആ ചുമട് ഞാൻ ചുമക്കുമ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ദൈവമേ, ഇത്രത്തോളം കഷ്ടത എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നല്ലോ എന്ന് ഓർത്ത് എൻ്റെ മദർ പറയും, എൻ്റെ അമ്മച്ചി പറയും, മകൾക്ക് ഒത്തിരി കഷ്ടതയാണല്ലോ എന്ന്. അതേ കഷ്ടതയിൽ കൂടി കടന്നെത്തി. എന്നാൽ ഇപ്പോൾ പറയട്ടെ, ദൈവം എന്നെ നിർത്തുന്നത് ദൈവത്തിൻ്റെ വലിയ കരുതൽ. ദൈവത്തിൻ്റെ വലിയൊരു കരുതലാണ് ദൈവം എന്നെ നടത്തിയത്. ബാക്കി ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, BBS പോവും. BBS ഞാൻ കണ്ടിന്യൂസ് പഠിച്ച ചെറുപ്രായത്തിൽ വെക്കേഷൻ ബൈബിൾ സ്കൂൾ, BBSൻ്റെ മീനിങ്. ആ ബൈബിൾ സ്കൂളിൽ പഠിച്ചതും ചെറിയ പ്രായത്തിൽ ഞാൻ സൺഡേ സ്കൂളിന് പോയി പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ദൈവം എന്നെ ദർശനത്തിലേറ്റ് നിറവേറ്റുന്നത്. കർത്താവ് എന്നെ നടത്തുന്ന പരിപാലിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ആ ദർശനമാണ്. ചില വേളകളിൽ ബാക്ക് സ്ലൈഡായി പോകുന്നുണ്ട്, എന്നാൽ ദൈവം അത് മാറ്റുന്നതാണ്. ഈ ലോകത്തിലെല്ലാം തികഞ്ഞവരാരുമില്ല. No one is perfect in this world. All people have certain weakness, certain kind of weakness. It's there for every human being. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവ് എന്നെ ഇത്രത്തോളം നടത്തി പരിപാലിച്ചു. ഒരു വാക്യം, എബ്രായർ 13:16 നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിച്ചിരിക്കുന്നത്. ഞാൻ പലതും കൊടുക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ വാക്യമാണല്ലോ. ഈ വാക്യം പോൽ വായിച്ചു. ബൈബിൾ ബേസിക് വെച്ചാണ് കൊടുക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം ബൈബിളിൽ പറയുന്നത് പോലെ ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ട്. ബൈബിൾ പറയുന്നത് പോലെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബൈബിളിൽ പറയുന്നത് പോലെ. എന്നാൽ അതിനകത്തെല്ലാം ഞാൻ ബാക്ക് സൈഡ് ആയിട്ടുണ്ട്. അതെല്ലാം ദൈവം മാറ്റുന്നു. ആ ദൈവം മാറ്റുന്ന അധ്വാൻ കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പാർപ്പിടം, വസ്ത്രം, ആഹാരം ദൈവം തരുന്നതിന് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മിഷണറി ജോർജ് മുള്ളർ എങ്ങനെ ജീവിച്ചു, അതാണ് ഞാൻ എപ്പോഴും ഞാനത് കാണും. എങ്ങനെ പോഷിപ്പിച്ചു, പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പോഷിപ്പിച്ചത് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലും എനിക്ക് വരുന്ന നന്മകളെല്ലാം കർത്താവ് എന്നെ പോഷിപ്പിച്ച അനുഗ്രഹങ്ങൾക്ക് കാരണം വിശ്വാസം എന്ന പ്രേയറാണ്, പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ജീവിതത്തിൽ നമ്മൾ എല്ലാവരും പറയരുന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറയുന്നതായിട്ടാണ്. ചിൽഡ്രൻ അവർ മനസ്സിലാക്കണം, അവർക്കുള്ളതായിട്ടുള്ള ഒരു ദൂതാണ് ഞാൻ പറയുന്നത്. ആകവേ ഈ ദിവസങ്ങളിൽ ഈ ഇയർ എൻഡിലും ദൈവം നമുക്ക് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നമ്മുടെ ബ്ലെസ്സിങ്സ് എല്ലാം എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. റെസൊല്യൂഷൻസ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ഉപജീവന മാർഗം എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ ട്രൈ ചെയ്യുന്നതുകൊണ്ട് കർത്താവ് സഹായിക്കും. ഇത്രത്തോളം മാനിച്ച ദൈവം, ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവം ഇനിയും അനുഗ്രഹിക്കും. ഇനിയും അത്ഭുതം ചെയ്യും, അടയാളം ചെയ്യും. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന യേശുവിൻ്റെ നാമത്തിൽ ആമീൻ, ആമീൻ.